ഒരു അപകടം വരുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ മലയാളികൾ പൊളിയാണ്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നൊരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിന് മുമ്പ് നിങ്ങളോട് ഒരു കാര്യം, അത് ചെറിയൊരു കാര്യം പറയാനുണ്ട്. അത് നിങ്ങളുടെ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാത്രം വീഡിയോ മുന്നോട്ട് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ കാര്യം ഒരിക്കലും ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. കാരണം എന്നാൽ മാത്രമേ ഇതുപോലുള്ള കൂൾ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും നമുക്കറിയാം വയനാട് ഉണ്ടായപ്പോൾ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് വലിയ ബിസിനസ്മാരും എന്താ പറയുക സോഷ്യൽ സർവീസുകളൊക്കെ നടത്താറുള്ളത്. അല്ലാതെ അവർ നടത്താറുണ്ട്. ബട്ട് ഇതുപോലുള്ള സമയത്ത് നമുക്കും അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അവർ നൽകുന്ന ആ ഒരു സേവനം എന്ന് പറയുന്നത്. എന്തായാലും അതുപോലൊരു സേവനം ഇപ്പോൾ കല്യാൺ സിൽക്സ് അതുപോലെ തന്നെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റോടെ ചേർന്ന് വയനാടുള്ള അതായത് ആ ഒരു ദുരന്തം അനുഭവിച്ച ആൾക്കാർക്ക് വേണ്ടി ഏതാണ്ട് 2 കോടി രൂപയുടെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇത് എന്തൊക്കെ വസ്തുക്കളാണോ അവിടേക്ക് വേണ്ടത് അതിന് വേണ്ടിയുള്ള എല്ലാ സ്ഥാനങ്ങളും കല്യാൺ സിൽക്സിൻ്റെയും കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൻ്റെയും വലിയൊരു ട്രക്കിൽ അവർക്ക് കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കുമെന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. സോ അതെന്തുകൊണ്ടും വലിയൊരു കാര്യം തന്നെയാണ്. 2 കോടി രൂപയുടെ സാധനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് ഉറപ്പായിട്ടും എന്താ പറയുക വലിയ കാര്യം തന്നെയാണ് അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളിപ്പോൾ ചോദിക്കുമായിരിക്കും ഇതൊരു പ്രമോഷൻ്റെ ഭാഗമല്ലേ എന്ന്. എന്തായാലും പ്രമോഷൻ്റെ ഭാഗമാണെങ്കിലും എന്തുവാണെങ്കിലും നമുക്കിവിടെ ആവശ്യമെന്ന് പറയുന്നത് അത്യാവശ്യ സാധനങ്ങളാണ്. അത് ഏത് രീതി വന്നാലും നമുക്കൊരു ഗുണം തന്നെയാണ്. എന്തായാലും അവരത് ചെയ്തല്ലോ. മറ്റു പല ബിസിനസ്മാന്മാരും ഉണ്ട്, അവരാരും ഇങ്ങനെ ചെയ്യുന്നില്ല. സോഷ്യൽ സർവീസിൻ്റെ ഭാഗമാണെങ്കിലും അവരുടെ പ്രമോഷൻ്റെ ഭാഗമാണെങ്കിലും അവർക്ക് അത് ചെയ്യാൻ സാധിച്ചുള്ളൂ. അത് വലിയ കാര്യം തന്നെയാണ്. സോ നിങ്ങൾ ആ ഒരു രീതി പ്രമോഷൻ്റെ ഭാഗമാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇതെടുക്കേണ്ട ആവശ്യമില്ല. ഉറപ്പായിട്ടും അതൊരു സോഷ്യൽ സർവീസിൻ്റെ ഭാഗമാണ്. അത് ബിസിനസ്സിൽ ഉള്ള ഒരു കാര്യമാണ്. സോ എന്തായാലും അവിടെ ഉള്ള ജനങ്ങൾക്കതൊരു നല്ല കാര്യം തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.